കുട്ടികളെ മൊബൈൽ അഡിക്ഷനിൽ നിന്ന് പൂർണ്ണമായും മാറ്റാൻ 100% റിസൾട്ട് നൽകുന്ന പോമോഡോറോ ചൈനീസ് ടെക്നിക് ഉൾപ്പെടെ വളരെ എഫക്റ്റീവായ ഒരു തെറാപ്പിയാണ് ഇന്ന് ഞാൻ പറയുന്നത്. ഒരുപാട് ഉമ്മമാർ, ഒരുപാട് രക്ഷിതാക്കൾ കുട്ടികളെ മൊബൈൽ ഫോൺ അഡിക്ഷനിൽ നിന്ന്, അമിതമായ ദുരുപയോഗത്തിൽ നിന്ന് കുട്ടികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരുപാട് യൂട്യൂബിൽ നിന്നും അതുപോലെ ഗൂഗിളിൽ നിന്നും അതുപോലെ ഒരുപാട് ക്ലാസ്സുകളിൽ നിന്നും കേട്ട് കുട്ടികളെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയാതെ ഒരുപാട് കേസുകൾ വരാറുണ്ട്. അപ്പോൾ ഒരുപാട് കുട്ടികളിൽ പരീക്ഷണം നടത്തി വിജയിച്ച 5 സ്റ്റെപ്പുകൾ, വളരെ എഫക്റ്റീവായ ഒരു തെറാപ്പിയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. അതിനു മുമ്പായി ഈ കുട്ടികൾ മൊബൈലിന് അഡിക്റ്റഡ് ആണോ, മൊബൈൽ അഡിക്ഷനാണോ ഈ കുട്ടിക്കുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ്. കാരണം ഈ മൊബൈൽ ഉപയോഗം എന്ന് പറയുന്നത് അമിതമായി ഉപയോഗിക്കുക, അതായത് കുട്ടിയെ അവരുടെ പഠനത്തെ, അതുപോലെ കുട്ടിയുടെ ശരീരത്തെ, മനസ്സിനെ, അതുപോലെ മറ്റുള്ള സാമൂഹികമായ പ്രവർത്തനങ്ങളൊക്കെ ബാധിക്കുന്ന രൂപത്തിൽ ഉപയോഗിക്കുക. കൂടുതൽ സമയം മൊബൈലിലാണ്. മൊബൈലിൽ നിന്ന് ആ കുട്ടിക്ക് മാറി നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ. ഭക്ഷണം ആവശ്യമില്ല, ഉറക്കം കൃത്യമായി ലഭിക്കുന്നില്ല, അതുപോലെ ആളുകളോട് സംസാരിക്കാതെ തന്നെ മുഖം നോക്കി സംസാരിക്കുന്നില്ല, ഒറ്റയ്ക്ക് ഇരിക്കാനുള്ള ഒരു കൂടുതൽ താല്പര്യം, അതുപോലെ അമിതമായ വാശി, അമിതമായ ദേഷ്യം കാണിക്കുക. അതുപോലെ ഈ കുട്ടികൾക്ക് പൊതുവെ വിശപ്പ് കുറവായിരിക്കും, അതുപോലെ തലവേദന, ഉറക്കക്കുറവ്, ഇങ്ങനെ ഒരുപാട് അടയാളങ്ങൾ, ഇതിനെക്കുറിച്ച് ലക്ഷണങ്ങൾ പറയാറുണ്ട്. എന്തായാലും മൊബൈൽ അഡിക്ഷൻ നമുക്ക് രക്ഷിതാക്കൾക്ക് മനസ്സിലാവും കുട്ടികൾ മൊബൈലിന് അഡിക്റ്റ് ആയിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ കുട്ടി മൊബൈലിന് അഡിക്റ്റ് ആണെങ്കിൽ, മൊബൈൽ അഡിക്ഷൻ ഉള്ള കുട്ടിയാണെങ്കിൽ, ആ കുട്ടി അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റിയ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഞാൻ പറയുന്നത്. ഇത് പൂർണ്ണമായും നിങ്ങൾ കൃത്യമായി കുട്ടികളിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് നമ്മുടെ കുട്ടികളെ മൊബൈൽ അഡിക്ഷനിൽ നിന്ന് മാറ്റി നമുക്ക് മറ്റുള്ള പഠനത്തിലും മറ്റുള്ള കാര്യങ്ങളിലും കുട്ടിയെ നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ പറ്റും. ഇതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോ കാണുന്ന ഓരോ ആളുകളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കണം. ഇനി നമുക്ക് ഓരോ വിഷയങ്ങൾ ഇതുമായി കുട്ടികളുമായി ബന്ധപ്പെട്ട്, മറ്റു ക്ലാസ് റൂം മാനേജ്മെൻറ്റ്, അധ്യാപകരുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. ഒന്നാമത്തെ പരിഹാരം എന്ന് പറയുന്നത്, ഒന്നാമത്തെ സ്റ്റെപ്പ്, ഇത് ഓരോ സ്റ്റെപ്പുകളായിട്ട് കൃത്യമായി നമ്മൾ ഫോളോ ചെയ്യണം. കുട്ടിയെ മൊബൈൽ അഡിക്ഷനിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റിയ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ട്രാക്ക് യൂസേജ്. ഈ മൊബൈൽ അഡിക്റ്റഡ് ആയ കുട്ടി ഒരു ദിവസം എത്ര സമയം മൊബൈലിൽ ചെലവഴിക്കുന്നു എന്ന് നമ്മൾ കൃത്യമായി എഴുതി വെക്കുക. അതിന് ഗൂഗിൾ ഫാമിലി ലിങ്ക്, അതുപോലെ ഡിജിറ്റൽ വെൽബീയിങ് പോലെയുള്ള ആപ്ലിക്കേഷനുകൾ നിങ്ങൾക്ക് ലഭ്യമാണ് പ്ലേ സ്റ്റോറിൽ നിന്ന്. ആ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് കുട്ടികൾ എത്ര സമയം ഒരു ദിവസം മൊബൈലിൽ ചെലവഴിക്കുന്നുണ്ട് എന്ന് കൃത്യമായി രേഖപ്പെടുത്തി വെക്കുക. രണ്ടാമത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ടത് റെഡ്യൂസ് ഗ്രാജുവലി. ഏത് കാര്യമാണെങ്കിലും, ഇപ്പോൾ മോഷണ സ്വഭാവമുള്ള കുട്ടികളുണ്ടാകാം, കളവ് പറയുന്ന കുട്ടികളുണ്ടാകാം, പിന്നെ മടിയുള്ള കുട്ടികളുണ്ടാകാം, വാശി പിടിക്കുന്ന കുട്ടികളുണ്ടാകാം, അക്രമ സ്വഭാവമുള്ള കുട്ടികളുണ്ടാകാം, പിന്നെ ഇങ്ങനെ പല വൈകല്യങ്ങളുള്ള സ്വഭാവ പെരുമാറ്റ വൈകല്യങ്ങളുള്ള കുട്ടികളൊക്കെ മാറ്റിയെടുക്കാൻ നമുക്ക് ഒറ്റയടിക്ക് കഴിയില്ല, ഒറ്റ ദിവസം കൊണ്ട് കഴിയില്ല. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പതുക്കെ നമുക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ കുട്ടി എത്ര ദിവസം മൊബൈലിൽ ചെലവഴിക്കുന്നു എന്ന് എഴുതി വെക്കുന്നു. ഉദാഹരണത്തിന് 10 മണിക്കൂറാണെങ്കിൽ നമ്മൾ രണ്ടാമത്തെ ദിവസം ചെയ്യേണ്ടത് റെഡ്യൂസ് ഗ്രാജുവലി, പതുക്കെ പിറ്റേ രണ്ടാമത്തെ ദിവസം ഒരു 15 മിനിറ്റ് നമ്മൾ അത് കുറക്കുക. എങ്ങനെ കുറക്കുക? അതിന് നമ്മൾ ചെയ്യേണ്ടത്, മൂന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ പറയുന്നത് ക്രിയേറ്റ് ദ ഗ്യാപ്സ്, അതായത് ഇടവേളകൾ നൽകുക. കുട്ടിയെ നമുക്ക് തന്നെ ഒരുപാട് വഴികളുണ്ട്. ഈ ആപ്പുകളിൽ തന്നെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം, അല്ലെങ്കിൽ റീൽസുകൾ, യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇങ്ങനെയുള്ള മീഡിയകൾ ഉപയോഗിക്കണം. അതിൽ തന്നെ ലിമിറ്റുകൾ വെക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. 30 മിനിറ്റ് ഒരു ദിവസം ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള ലിമിറ്റുകൾ കൊടുക്കാം. അതുപോലെ ഈ കുട്ടിയെ തന്നെ, ഫോൺ ഉപയോഗിക്കുന്ന ഈ കുട്ടിയെ നമുക്ക് 15 മിനിറ്റ് കുറക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഏറ്റവും നമുക്ക് ഫലപ്രദമായി ചെയ്യാൻ പറ്റിയ വഴി എന്ന് പറയുന്നത്, ആ കുട്ടിയെ ഇടയ്ക്ക് 20-20 റൂൾ എന്ന് നമുക്ക് ഉപയോഗിക്കാം. ഇത് വളരെ ജപ്പാനുകാരൊക്കെ ഇത്തരത്തിലുള്ള കുട്ടികളെ മാറ്റിയെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു റൂളാണ്. അപ്പോൾ 20-20 റൂൾ, അതായത് ഈ കുട്ടിയെ 20 മിനിറ്റ് മൊബൈൽ ഫോൺ കൊടുക്കുകയാണെങ്കിൽ മറ്റുള്ള 20 മിനിറ്റ് കുട്ടിയെ മോൻ വാ ഒന്ന് ചായ കുടിച്ച് പോയിക്കോ, അല്ലെങ്കിൽ മോൻ വാ ഒന്ന് മുദ്രിച്ച് പോയിക്കോ, മോനൊന്ന് അങ്ങാടിയിൽ പോയി വാ, അല്ലെങ്കിൽ മോനൊന്ന് വെള്ളം കുടിച്ചോ, എന്തെങ്കിലും മറ്റുള്ള സാധാരണഗതിയിൽ ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് കുട്ടിയെ നമ്മൾ മാറ്റുക. കുറച്ച് സമയം ഫോണിൽ, കുറച്ച് സമയം മറ്റുള്ള താല്പര്യ വിഷയങ്ങൾ. നമ്മൾ നാലാമത്തെ വഴി, സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഒന്നാമത്തത് നമ്മുടെ സമയം കൃത്യമായി നോക്കുന്നു, രണ്ടാമത് അതിൽ നിന്ന് കുറച്ച് അല്പാൽപമായി സമയം കുറച്ച് കൊണ്ടുവരുന്നു, മൂന്നാമത് നമ്മൾ ചെയ്യേണ്ടത് ഗ്യാപ്പുകൾ ഇടുക എന്നുള്ളതാണ്. ഈ
കുട്ടി മൊബൈൽ ഉപയോഗിക്കുന്നതിൻ്റെയും മറ്റുള്ള പ്രവർത്തനം ഗ്യാപ്പ് നൽകുക എന്നുള്ളതാണ്. നാലാമത്തത് കുട്ടിയെ എൻഗേജിങ് അതർ ആക്ടിവിറ്റീസ്, അത് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇൻഡോർ ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ. കുട്ടികൾക്ക് ഓരോ കുട്ടികളെ ആശ്രയിച്ചാണ്. ചില കുട്ടികൾക്ക് എഴുതാനോ, ചില കുട്ടികൾക്ക് പൂച്ചെടിയിൽ വെള്ളം ഒഴിക്കാനോ, അല്ലെങ്കിൽ പെൺകുട്ടികളാണെങ്കിൽ ഉമ്മയുടെ കൂടെ അടുക്കളയെ സഹായിക്കാനും വേണ്ടിയൊക്കെ കുട്ടികളെ കൂട്ടുന്നത് നല്ല താല്പര്യമാണ്. കുട്ടികൾക്ക് കൂടുതൽ സ്നേഹമുറുദിക്കും. അതുപോലെ വീട്ടിൽ തന്നെ ചെറിയ ചെറിയ വാഹനങ്ങൾ കഴുകാനുണ്ടാവും, പൂച്ചെടികൾക്ക് വെള്ളമൊഴിക്കുക അല്ലെങ്കിൽ വൃത്തിയാക്കുക. ഇതൊക്കെ കുട്ടികളെ പറഞ്ഞ് നമ്മൾ കൂടെ കൂട്ടുകയാണെങ്കിൽ കുട്ടികൾക്ക് നല്ല താല്പര്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആക്ടിവിറ്റീസുകൾ, സ്വിമ്മിങ്, സൈക്ലിംഗ്, ചില കുട്ടികൾക്ക് പുറത്ത് പാർക്കുകളിൽ പോകാൻ, യാത്ര പോകാൻ, അല്ലെങ്കിൽ കുടുംബക്കാരുടെ വീട്ടിൽ പോകാൻ, അല്ലെങ്കിൽ അങ്ങാടിയിൽ പോകാൻ, എന്താണെങ്കിലും കുഴപ്പമില്ല. ഈ കുട്ടിയെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് ദിവസം ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസുകൾ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുക, നമ്മളും കൂടെ ആ കുട്ടിയുടെ കൂടെ കൂടുക. അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കീപ്പ് ഔട്ട് ദ മൊബൈൽ ഫോൺ. മൊബൈൽ ഫോൺ, അതുപോലെ ടാബുകൾ, ഇതുപോലെ മീഡിയകൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഗാഡ്ജറ്റുകൾ കുട്ടിക്ക് ലഭിക്കാത്ത, കുട്ടിയെ തൊട്ട് മറച്ചു വെക്കുക. അതിന് നമ്മൾ ഇൻ്റർനെറ്റ് കണക്ഷൻ നമ്മൾക്ക് ഇല്ലാത്ത രൂപത്തിലാക്കാം, വൈഫൈ കണക്ഷൻ ഇല്ലാത്ത രൂപത്തിലാക്കാം, ഫോണിൽ ലഭിക്കാത്ത രൂപത്തിൽ ചെയ്യാം. അതുപോലെ ഇനി ഫോണ് തന്നെ കുട്ടി തൊട്ട് പൂർണ്ണമായി മറച്ചു വെക്കുന്ന രൂപത്തിലാവാം. വളരെ എഫക്റ്റീവായ രൂപമാണ് മൂന്നാമത്തത്. ചെയ്യാൻ പറ്റുമെങ്കിൽ ഡിജിറ്റൽ ഡിറ്റോക്സിങ്, ഡിജിറ്റൽ ഫാസ്റ്റിംഗ്, 1-2 ദിവസം പൂർണ്ണമായും നമ്മൾ ഫോണുകൾ, അതുപോലെ ഇതുപോലുള്ള വീടുകൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഉപകരണങ്ങൾ പൂർണ്ണമായും നമ്മുടെ വീടുകളിൽ തന്നെ നമ്മൾ ഒഴിവാക്കി മറച്ചു വെക്കുക. കുട്ടിയെ നമ്മൾ പതുക്കെ ഇതിൽ നിന്ന് 15 മിനിറ്റ് കുറച്ച് കണ്ടുമ്പോൾ ആ സമയങ്ങൾ മറ്റുള്ള ആക്ടിവിറ്റീസുകൾ ചെലവഴിക്കുകയും കുട്ടിയുടെ കൂടെ നമ്മുടെ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുകയും ചെയ്യുക. ഈ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉപകാരങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ കുട്ടിയുടെ കൂടെ 1 മണിക്കൂറെങ്കിലും ഒരു ദിവസം നമ്മൾ ചെലവഴിക്കണം. അത് ലഭിക്കാത്തത് കൊണ്ടാണ് ഒരുപാട് കുട്ടികൾ ഇന്ന് തെറ്റിപ്പോകുന്നതും രക്ഷിതാക്കൾ പറഞ്ഞതനുസരിക്കാത്തതിൻ്റെ കാരണം. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ക്വാളിറ്റി ടൈം ആയിരിക്കണം. ഒരുപാട് രക്ഷിതാക്കൾ ഈ ടെൻഷൻ പിടിച്ച, തിരക്ക് പിടിച്ച ജീവിതത്തിൽ രാവിലെ തൊട്ട് തന്നെ കുട്ടികളെ ശകാരിക്കുകയും കുട്ടികളെ ചറവറ പറഞ്ഞുകൊണ്ടിരിക്കുകയും പിന്നെ വിഷമപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ദേഷ്യപ്പെടുകയും ചെയ്യുന്ന ഈ സമയം ഒരിക്കലും കുട്ടികളെ കൂടെ ചെലവഴിക്കുന്നത്. അതിനേക്കാളും നല്ലത് അയൽപ്പക്കത്തെ വീട്ടുകളിൽ പോയോ അല്ലെങ്കിൽ കൂട്ടുകാരെ കൂടെ പോയോ കളിക്കുന്നതാണ് നല്ലത്. കാരണം കുട്ടി കൂടുതൽ കേടുവരികയാണ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ക്വാളിറ്റി ടൈം കുട്ടികളെ കൂടെ ചെലവഴിക്കുമ്പോൾ ആ കുട്ടികളിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട 5 മാറ്റങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്നാമത്തത് ഇമോഷണൽ ബോണ്ട്, അതായത് കുട്ടിയുടെ മാനസികമായ വളർച്ച അത് നല്ല സ്ട്രോങ് ആയിരിക്കും. രക്ഷിതാക്കൾ കൂടെ 1 മണിക്കൂറെങ്കിലും കുട്ടിയെ കൂടെ കളിക്കുകയും സംസാരിക്കുകയും കുട്ടിയെ മനസ്സിലാക്കുകയും ചെയ്യുകയാണെങ്കിൽ കുട്ടിയുടെ ഇമോഷണൽ ബോണ്ട് അത് നല്ല സ്ട്രോങ് ആയിരിക്കും. രണ്ടാമത്താണ് സെക്യൂർ അറ്റാച്ച്മെൻറ്റ്. കുട്ടിക്ക് എപ്പോഴും ഞാൻ ഒരു സേഫാണ്, ഞാൻ പൂർണ്ണമായും എന്നെ ഇവർ സംരക്ഷിക്കുന്നുണ്ട്, ഞാൻ സുരക്ഷിതനാണ് എന്ന നല്ലൊരു ബോധം കുട്ടിക്ക് എപ്പോഴും ഉണ്ടാകും. കുട്ടിയെ കൂടെ നമ്മുടെ ക്വാളിറ്റി ടൈം ആയിരിക്കണം ചെലവഴിക്കേണ്ടത്. മൂന്നാമത്തെ ഉപകാരം എന്ന് പറയുന്നത് അക്കാദമിക് സക്സസ്. കുട്ടിയുടെ പഠനത്തിലും ഭാവിയുടെ ഓരോ ഉയർച്ചയിലും ആ കുട്ടിക്ക് നല്ല ഒരു പുരോഗതി വേണമെങ്കിൽ ആ കുട്ടിയുടെ കൂടെ നമ്മൾ ചെലവഴിക്കുകയും നമ്മൾ റോൾ ആക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളിൽ നിന്ന് കുട്ടിക്ക് പഠിക്കേണ്ടതുണ്ടാവും. കുട്ടിയുടെ കൂടെ നമ്മുടെ ക്വാളിറ്റി ടൈം ചെലവഴിക്കുമ്പോൾ ആ കുട്ടിക്ക് ലഭിക്കുന്ന നാലാമത്തെ ഗുണം എന്ന് പറയുന്നത് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്. കുട്ടിക്ക് ഒരുപാട് സംസാരത്തിൻ്റെ ശൈലികൾ, സ്ലാങ്ങുകൾ, പിന്നെ എങ്ങനെ സംസാരിക്കണം, എങ്ങനെ പ്രതികരിക്കണം, ഇന്ന സ്ഥലത്ത് എങ്ങനെ പ്രതികരിക്കണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ സോഷ്യൽ സ്കിൽ അഞ്ചാമത്തെ, ക്ഷമിക്കാൻ പഠിക്കണം, അതുപോലെ പുറത്തു കൊടുക്കാൻ പഠിക്കണം, അതുപോലെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സമൂഹമായി ജീവിക്കുമ്പോൾ പഠിക്കേണ്ട കാര്യങ്ങൾ. അത് ഉപ്പയും ഉമ്മയും ഒന്നിച്ച് ജീവിക്കുമ്പോൾ അവർ തമ്മിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ, അവർ തമ്മിൽ അവരുടെ ശൈലികൾ, ഇതൊക്കെ കുട്ടിക്ക് പഠിക്കാനുണ്ടാവും. അപ്പോൾ പഠിക്കണമെങ്കിൽ കുട്ടിയുടെ കൂടെ വളരെ സാവധാനത്തോടുകൂടി ശാന്തരായി കുട്ടിയെ മനസ്സിലാക്കി നമ്മൾ ഒന്നിച്ച് സമയം ചെലവഴിക്കുകയും കുട്ടിയെ പതുക്കെ നമ്മളിൽ നിന്ന് മൊബൈൽ അഡിക്ഷനിൽ നിന്ന് നമുക്ക് മാറ്റിക്കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ട് കൃത്യമായി ഈ ഞാൻ പറഞ്ഞ 5 സ്റ്റെപ്പുകൾ, ഒന്നാമത്തത് സമയം നോക്കുക, എത്ര സമയം കുട്ടി ചെലവഴിക്കുന്നുണ്ട്. രണ്ടാമത്തത് അതിൽ നിന്ന് അല്പാൽപമായി കുറച്ച് കൊണ്ടുവരിക. മൂന്നാമത്തത് ഗ്യാപ്പുകൾ നൽകുക. നാലാമത്തതാണ് നമ്മൾ പറഞ്ഞത് മറ്റുള്ള ആക്ടിവിറ്റീസിൽ കുട്ടിയെ എൻഗേജ്ഡ് ആക്കുക. അഞ്ചാമത്തതാണ് നമ്മൾ കുട്ടിക്ക് മൊബൈൽ ലഭിക്കാത്ത രൂപത്തിലാക്കുക. അതോടൊപ്പം തന്നെ കുട്ടിയുടെ കൂടെ സമയം ചെലവഴിക്കുക. ഈ മറ്റുള്ള ഗെയിമുകൾ, ഔട്ട്ഡോർ ഇൻഡോർ ഗെയിമുകൾ എൻഗേജ്ഡ് ആക്കിയാൽ പൂർണ്ണമായും 100% മൊബൈലിന് അഡിക്റ്റായ കുട്ടിയെ നമുക്ക് രക്ഷപ്പെടുത്തി നമുക്ക് മറ്റുള്ള വിഷയങ്ങളിൽ കുട്ടിക്ക്
താല്പര്യമുള്ള വിഷയം പഠനത്തിൽ കുട്ടിയെ ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും.